ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു, സ്റ്റെം ആൻഡ് ലീഫ് ചാർട്ട് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. The important measures of central tendency are: first one arithmetic mean, second one median, third one mode, fourth geometric mean, and fifth harmonic mean. Of these, commonly used measures of central tendency are arithmetic mean, median, and mode. നമ്മൾ ഈ തന്നിരിക്കുന്ന മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്ന് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മൂന്നെണ്ണമാണ്. അതൊക്കെ അരിത്തമെറ്റിക് മീൻ, മീഡിയൻ ആൻഡ് മോഡാണ്. Arithmetic mean, geometric mean, and harmonic mean are mathematical averages, while median is a positional average. Median എന്ന് പറയുന്ന ഒരു പൊസിഷണൽ ആവറേജും arithmetic mean, geometric mean, and harmonic mean എന്ന് പറയുന്നത് mathematical averagesും ആണ്. Arithmetic mean of a set of values is defined as the ratio between sum of those values and their number. എന്താണ് arithmetic mean എന്ന് പറയുന്നത്? arithmetic mean of a set of values, കുറച്ച് വാല്യൂസിൻ്റെ arithmetic mean എന്ന് പറയുന്നത് the ratio between sum of those values, അതായത് തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ സമ്മും പിന്നെ എന്തിൻ്റെയാ ആൻഡ് ദെയർ നമ്പേഴ്സ്, എത്ര വാല്യൂസ് തന്നിട്ടുണ്ടോ ആ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുന്നതാണ്. അതായത് അതിൻ്റെ റേഷ്യോയിനെയാണ് arithmetic mean എന്ന് പറയുന്നത്. arithmetic mean of a set of values is defined as the ratio between sum of those values and their numbers. Arithmetic mean may be simple or weighted. Arithmetic mean simple ആവാം, weighted ആവാം. Simple arithmetic mean is the mean of items which are given equal importance. Equal importance കൊടുത്തിരിക്കുന്ന ഐറ്റത്തിൻ്റെ മീനുകളെയാണ് സിമ്പിൾ arithmetic mean എന്ന് പറയുന്നത്. Weighted arithmetic mean is the mean of items which are given different weights. ഓരോ arithmetic mean ഓരോ ഐറ്റത്തിനും മീൻ ഓഫ് ഓരോ ഐറ്റത്തിനും ഡിഫറെൻറ്റ് വെയ്റ്റ്സ് ഉണ്ടായിരിക്കും. അതിന് ഡിഫറെൻറ്റ് വെയ്റ്റ്സ് കൊടുക്കും അക്കോർഡൻസ് വിത്ത് ദെയർ റിലേറ്റീവ് ഇമ്പോർട്ടൻസ്. ഓരോ ഐറ്റത്തിൻ്റെയും ഇമ്പോർട്ടൻസ് അനുസരിച്ച്. നെക്സ്റ്റ്, സിമ്പിൾ അരിത്തമെറ്റിക് മീൻ ഈസ് കാൽക്കുലേറ്റഡ് ഇൻ ദ ഫോളോയിങ് മാനർ. എങ്ങനെയാണ് സിമ്പിൾ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. If x1, x2, etc. xn are n individual values, then the arithmetic mean of item is, ഇപ്പോൾ x1, x2, etc. എന്ന് പറഞ്ഞ n ഇൻഡിവിജ്വൽ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അവയുടെ arithmetic മീനിൻ്റെ ഫോർമുല എന്താണ്? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ദാറ്റ് ഐറ്റംസ്. എത്ര നമ്പേഴ്സ് ഉണ്ടോ അതിൻ്റെ റേഷ്യോ, ദാറ്റ് ഇസ് ഡിവൈഡഡ് ബൈ n. ഫസ്റ്റ് വൺ നോക്കിയ അരിത്തമെറ്റിക് മീൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസിൽ അരിത്തമെറ്റിക് മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നാണ് അടുത്ത സ്റ്റെപ്പ് പറയുന്നത്. അരിത്തമെറ്റിക് മീൻ ഇൻ ആൻ ഇൻഡിവിജ്വൽ സീരീസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ടു മെത്തേഡ്. ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്, ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. ഈ രണ്ട് മെത്തേഡ് വഴിയും നമുക്ക് അരിത്തമെറ്റിക് മീൻ ഓഫ് ഇൻഡിവിജ്വൽ സീരീസ് കണ്ടുപിടിക്കാം. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്യും, ഡയറക്റ്റ് മെത്തേഡാണോ ചെയ്യേണ്ടത്, ഷോർട്ട് കട്ട് മെത്തേഡാണോ ചെയ്യുന്നതെന്ന്. ഇനി സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാം. സോ ഡയറക്റ്റ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫോളോയിങ് സ്റ്റെപ്സ് ആർ യൂസ്ഡ് ഇൻ ദിസ് മെത്തേഡ്. ഈ പറയുന്ന സ്റ്റെപ്സൊക്കെയാണ് ഡയറക്റ്റ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. കൺസിഡർ ദ ഗിവൺ വാല്യൂ ആസ് ദ വാല്യൂ ഓഫ് എ വേരിയബിൾ എക്സ്. നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് വാല്യൂസ് ഉണ്ടായിരിക്കുമല്ലോ, മീൻ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന വാല്യൂസിന് നമ്മൾ എക്സ് എന്ന് പറഞ്ഞ് സപ്പോസ് ചെയ്യാം. ആഡ് ഓൾ ദ വാല്യൂസ് ആൻഡ് കോൾ ദ സമ്മേഷൻ എക്സ്. ഈ തന്നിരിക്കുന്ന വാല്യൂസിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് അതിനെ സമ്മേഷൻ എക്സ് എന്ന് വിളിക്കുക. കൗണ്ട് ദ നമ്പർ ഓഫ് വാല്യൂസ്. ഇനി നമുക്ക് എത്ര വാല്യൂസ് തന്നിട്ടുണ്ടോ അത് കൗണ്ട് ചെയ്യാം. ലെറ്റ് ദ നമ്പർ ഓഫ് വാല്യൂസ് ബി എൻ. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ലെറ്റ് എൻ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ദെൻ ഡിവൈഡ് സമ്മേഷൻ എക്സ് ബൈ എൻ. എന്നിട്ട് നമ്മൾ മുമ്പ് കണ്ടുപിടിച്ച സമ്മേഷൻ എക്സിനെ ഈ എൻ വെച്ച് ഡിവൈഡ് ചെയ്യുക. ദിസ് ഇസ് ദ അരിത്തമെറ്റിക് മീൻ ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ എക്സ് ബാർ. അരിത്തമെറ്റിക് മീനിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? എക്സ് ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സോ ഈ ക്വസ്റ്റ്യൻ നോക്കി. കാൽക്കുലേറ്റ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദ ഡെയിലി ഇൻകം ഓഫ് 5 ഫാമിലീസ്. 5 ഫാമിലീസിൻ്റെ ഡെയിലി ഇൻകമിൻ്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നിട്ടുണ്ട്. എത്രയാണ്? 10, 50 സോറി 50 അല്ല 90,
85, 103 ആൻഡ് 11. ഈ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം നമ്മൾ അതിനെ എന്ത് എക്സ് എന്ന് പറഞ്ഞ വേരിയബിളായിട്ട് എടുക്കുക. ദാറ്റ് ഈസ് ഇൻകംസ് ആണല്ലോ തന്നിരിക്കുന്നത്, അതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. എന്നിട്ട് ഈ വാല്യൂസ് എഴുതുക. 90, 10, 90, 85, 103 ആൻഡ് 11. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ സമ്മേഷൻ എക്സ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് സമ്മേഷൻ എക്സ് കണ്ടുപിടിക്കുന്നത്? ഇതിൻ്റെ എല്ലാം സമ്മ, അതാണ് സമ്മേഷൻ എക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം സമ്മ എത്രയാ? 299. ഇതിൻ്റെ എല്ലാം സം എന്ന് പറയുന്നത് 299. ഈ തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ എല്ലാം സമ്മാണ് സമ്മേഷൻ എക്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഇനി എൻ എത്രയാണ്? എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാല്യൂസ്. എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5 വാല്യൂസ്. സോ എൻ ഇസ് ദ നമ്പർ ഓഫ് വാല്യൂസ്. ഇനി നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? അരിത്തമെറ്റിക് മീനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ. അതിനെ എക്സ് ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബൈ n, which is equal to 299 divided by 5, that is equal to 59.8 കിട്ടും. കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി, കിട്ടും. സോ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായത്. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഈ മെത്തേഡിനെ ദിസ് ഇസ് ഡയറക്റ്റ് മെത്തേഡ്. ഇനി ഷോർട്ട് കട്ട് മെത്തേഡ് എങ്ങനെ കണ്ടുപിടിക്കണം നോക്കാം. Shortcut method. Following steps are used in this method. Take any one value from the series and call it assumed average. So next question നോക്കിയേ. ഈ തന്നിരിക്കുന്ന വാല്യൂസിൽ ഏതെങ്കിലും ഒരു വാല്യൂ എടുത്തിട്ട് അതിനെ അസ്യൂംഡ് ആവറേജ് ആക്കുക. അതായത് എ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുക, അതിനെ എ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുക. ഇപ്പോൾ ഇതിലെടുത്തിരിക്കുന്നത് 50 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അതിനെ അവർ എ എന്നെടുത്തു. ഓക്കെ. Now next step എന്താ? Subtract this assumed average from all the given values. ഈ തന്നിരിക്കുന്ന വാല്യൂസിൽ നിന്ന് ഈ നമ്മളെടുത്ത ആവറേജ് സബ്സ്ട്രാക്ട് ചെയ്യുക. അതായത് 45 മൈനസ് 50 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? -5. 48 മൈനസ് 50 ചെയ്യുമ്പോൾ -2 കിട്ടും. 50 മൈനസ് 50 0. 52 മൈനസ് 52 ആൻഡ് 60 മൈനസ് 50 10. സെക്കൻഡ് സ്റ്റെപ്പ് അതാണ്. നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ആദ്യം ഒരു അസ്യൂംഡ് ആവറേജ് തന്നിരിക്കുന്ന വാല്യൂസ് നിന്ന് അസ്യൂം ചെയ്യുക, അതിനെ എ എന്ന് വിളിക്കുക. അത് കഴിഞ്ഞ് ഈ എ എന്ന് നമ്മൾ അസ്യൂം ചെയ്ത ആവറേജിനെ നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക, അതിനെ ഡി എന്ന് ഡിനോട്ട് ചെയ്തു. ദാറ്റ് ഇസ് ഡി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 50. അതിനെ ഡി എന്ന് ഡിനോട്ട് ചെയ്തു. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദീസ് ഡിഫറൻസസ് ആൻഡ് കോൾ ഇറ്റ് സമ്മേഷൻ ഡി. നമ്മൾ ഈ ഡിഫറൻസ് എല്ലാം കണ്ടുപിടിച്ചല്ലോ, അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. അതിൻ്റെ സമ്മെല്ലാം എടുക്കുമ്പോൾ നമുക്ക് 5 കിട്ടും. അതിനെ സമ്മേഷൻ ഡി എന്ന് വിളിച്ചു. ദെൻ ഡിവൈഡ് സമ്മേഷൻ ഡി ബൈ എൻ. എത്ര വാല്യൂസ് ഉണ്ടോ ആ വാല്യൂസിനെ വെച്ച് സമ്മേഷൻ ഡിയെ ഡിവൈഡ് ചെയ്യുക. ആൻഡ് ആഡ് ഇറ്റ് ടു എ. ഡിവൈഡ് ചെയ്തതിന് ശേഷം ഈ നമ്മളെടുത്ത എ ആഡ് ചെയ്യുക അതിൻ്റെ കൂടെ. വി ഗെറ്റ് ദ ആക്ച്വൽ മീൻ ഓഫ് ദ സീരീസ്. അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ ആക്ച്വൽ മീൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഫോമുല എന്താണ്? എ പ്ലസ് സമ്മേഷൻ ഡി ബൈ എൻ. അപ്പോൾ എയും സമ്മേഷൻ ഡിയും ഒക്കെ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഈ ക്വസ്റ്റ്യനകത്ത് കാണിച്ചു തന്നില്ലേ? ഫൈൻഡ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദ ഫോളോയിങ് വാല്യൂസ് 45, 48, 50, 52 ആൻഡ് 60. നമ്മൾ ഇതിൽ നിന്ന് ആദ്യം ഒരു അസ്യൂംഡ് ആവറേജ് എടുക്കുക, അതിനെ എ എന്ന് വിളിച്ചു. ഇവിടെ എടുത്തിരിക്കുന്നത് 50 ആണ്. നമുക്ക് ഏതെങ്കിലും എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എ ഇസ് ഈക്വൽ ടു 50 എടുത്തു. എന്നിട്ട് നമുക്ക് ഈ 50യെ വെച്ച് നമ്മൾ ബാക്കിയുള്ള വാല്യൂസിനെ സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡി കിട്ടും. എന്നിട്ട് ആ ഡിയുടെ സമ്മേഷൻ ഫുൾ സം എടുക്കുക. സിഗ്മ ഡി ഈക്വൽ ടു 5 എന്ന് കിട്ടും. ദെൻ അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് ഈ നമുക്ക് കിട്ടിയ സിഗ്മ ഡിയെ എൻ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഒരു എ നമ്മൾ ആദ്യം അസ്യൂം ചെയ്ത എ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അരിത്തമെറ്റിക് മീൻ കിട്ടും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ പഠിച്ചത് ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസാണ്. അരിത്തമെറ്റിക് മീൻ
ഇൻ ആൻ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് മീൻ ഇൻ ഡയറക്റ്റ് സീരീസിൻ്റെ കേസിലാണ്. Arithmetic mean can be calculated by direct method, shortcut method and step deviation method. ഇപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ കേസിൽ നമുക്കിതിനെ 3 മെത്തേഡായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, ഒന്ന് ഷോർട്ട് കട്ട് മെത്തേഡ്, അടുത്തത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ലെറ്റ് x1, x2, etc. xn be n observations with corresponding frequencies f1, f2, etc. fn respectively. അപ്പോൾ നമുക്ക് n ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. ലെറ്റ് f1 പ്ലസ് f2 പ്ലസ് എക്സെട്ര പ്ലസ് fn ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ N. ഈ തന്നിരിക്കുന്ന ഫ്രീക്വൻസികളുടെ എല്ലാം സമ്മിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ക്യാപിറ്റൽ N എന്ന് വിളിച്ചു. ദെൻ അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ എന്ന് പറയുന്നത് എന്താ? അപ്പോൾ ഈ കേസിൽ അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ എന്ന് പറയുന്നത് x1 f1 പ്ലസ് x2 f2 പ്ലസ് എക്സെട്ര പ്ലസ് xn fn ഡിവൈഡഡ് ബൈ f1 പ്ലസ് f2 പ്ലസ് എക്സെട്ര പ്ലസ് fn വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ എല്ലാം സം എന്ന് പറയുന്നത് എന്താ? സിഗ്മ fx എന്ന് ഡിനോട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസീസിൻ്റെ സമ്മ് സ്മോൾ n, ക്യാപിറ്റൽ N. ഈ മെത്തേഡാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. എവിടെ? ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ കേസിൽ. സോ ആ ക്വസ്റ്റ്യൻ നോക്കിയേ, കാൽക്കുലേറ്റ് മീൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. നമുക്ക് വാല്യൂസും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? നെക്സ്റ്റ് ടേബിൾ നോക്കിയേ. വാല്യൂസ് നമ്മൾ അതിനെ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഇട്ട് വിളിച്ചു, അതിനെ താഴെ എഴുതി. നെക്സ്റ്റ് ഫ്രീക്വൻസി അതിനെ എഫ് എന്ന് വിളിച്ചു, ഫ്രീക്വൻസീസ് എഴുതി. ഇനി നമ്മൾ കണ്ടുപിടിച്ചത് എഫ് എക്സ് ആണ്, അതായത് എഫ് ഇൻറ്റു എക്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ദാറ്റ് ഈസ് 5 × 15 75. അങ്ങനെ ഓരോന്നിൻ്റെയും എഫ് എക്സ് കണ്ടുപിടിച്ചു. 15 × 20 ദാറ്റ് ഈസ് 300, 25 × 25 625. അങ്ങനെ ഓരോന്നിൻ്റെയും എഫ് എക്സ് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്താ ചെയ്ത? ഈ എഫ് എക്സ്, ഈ കണ്ടുപിടിച്ച ഈ വാല്യൂസിൻ്റെ എല്ലാം സമ്മ് കണ്ടുപിടിച്ചു. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ N. ക്യാപിറ്റൽ N എന്താ? ഈ ഫ്രീക്വൻസികളുടെ എല്ലാം സമ്മാണ് ക്യാപിറ്റൽ N. ദെയർഫോർ സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു ആൻസർ. കേട്ടോ. സോ ഇങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഷോർട്ട് കട്ട് മെത്തേഡ്. ഷോർട്ട് കട്ട് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കോൾ ദ വാല്യൂസ് ഓഫ് ദ വേരിയബിൾസ് ആസ് എക്സ് വാല്യൂസ്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നോക്കാം. തന്നിരിക്കുന്ന വാല്യൂസിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. ഫ്രം ഓൾ ദീസ് വാല്യൂസ് സബ്സ്ട്രാക്ട് ആൻഡ് അസ്യൂംഡ് ആവറേജ് എ. നേരത്തെ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ, അതായത് ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസിൽ ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. നമ്മൾ എന്താ എടുത്തത്? ഫ്രം ഓൾ ദീസ് വാല്യൂസ് സബ്സ്ട്രാക്ട് ആൻഡ് അസ്യൂംഡ് ആവറേജ്. തന്നിരിക്കുന്ന വാല്യൂസിൽ നിന്ന് ഒരു അസ്യൂംഡ് ആവറേജ് എടുക്കുക. ഇവിടെ എടുത്തേക്കുന്നത് 35 ആണ്. ഈ പ്രോബ്ലത്തിൽ എ എന്ന് പറയുന്നത് എടുത്തേക്കുന്നത് 35 ആണ്. എന്നിട്ട് ഈ അസ്യൂം ആവറേജ് എന്താ ചെയ്തത്? സബ്സ്ട്രാക്ട് ചെയ്തു ഫ്രം ഓൾ ദ വാല്യൂസ്. ഏത് വാല്യൂസ്? ഈ തന്നിരിക്കുന്ന എക്സ് വാല്യൂസിൽ നിന്ന് ഈ നമ്മൾ അസ്യൂം ചെയ്ത ആവറേജ് സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി കിട്ടി. നൗ മൾട്ടിപ്ലൈ ഡി വാല്യൂസ് വിത്ത് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ടു ഗെറ്റ് എഫ് ഡി. ഈ നമുക്ക് കിട്ടി ഈ ഡി വാല്യൂസിനെ ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഡി കിട്ടും. ദാറ്റ് ഈസ് 15 × -30 ചെയ്യുമ്പോൾ -450 കിട്ടും. 20 × -20 ചെയ്താൽ -400 കിട്ടും. അങ്ങനെ എല്ലാ വാല്യൂസിൻ്റെയും എഫ് ഡി കണ്ടുപിടിച്ചു. ഓക്കെ, ഫൈൻഡ് ദ സം ഓഫ് ദ എഫ് ഡി വാല്യൂസ് ആൻഡ് കോൾ ഇറ്റ് സിഗ്മ എഫ് ഡി. ഇതിൻ്റെ എല്ലാ സമ്മ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ സിഗ്മ എഫ് ഡി എന്ന് കൊടുക്കുക. ഫൈൻഡ് ദ സം ഓഫ് ദ ഫ്രീക്വൻസീസ് ദാറ്റ് ഈസ് സിഗ്മ എഫ് ടേക്ക് സിഗ്മ എഫ് ആസ് എൻ. എന്നിട്ട് എൻ കാൽക്കുലേറ്റ് ചെയ്യുക. എൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ ഫ്രീക്വൻസീസിൻ്റെ എല്ലാം സമ്മ്. ഡിവൈഡ് സിഗ്മ എഫ് ഡി ബൈ എൻ. അത് കഴിഞ്ഞ് എന്താ ചെയ്യുക? നമ്മൾ കണ്ടുപിടിച്ച ഈ സിഗ്മ എഫ് ഡിയെ ഈ എൻ വെച്ച് ഡിവൈഡ് ചെയ്യുക. നൗ മീൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് സിഗ്മ എഫ് ഡി ബൈ എൻ വിത്ത് എ. നമുക്ക് കിട്ടിയ സിഗ്മ എഫ് ഡി ബൈ എന്നിനെ നമ്മൾ എ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മീൻ കിട്ടും. ദെയർഫോർ ഫോർമുല ഫോർ മീൻ ഈസ് എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ. ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. അത് മനസ്സിലായല്ലോ? ജസ്റ്റ് സിമ്പിളാണ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്.
സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഫ് ദ വാല്യൂസ് ഹാവ് എ കോമൺ ഡിഫറൻസ് സി, അതായത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിൽ എല്ലാം എടുത്തു നോക്കുമ്പോൾ അതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ദെൻ ടേക്ക് ഡി ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ബൈ സി. അതിന് നമ്മൾ എക്സ് മൈനസ് എ ബൈ സി ചെയ്യുക. എക്സ് എന്താണെന്ന് നമുക്കറിയാം, എ എന്താണെന്നറിയാം, കോമൺ ഡിഫറൻസും എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഡി ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഡി ഡാഷ് ഇസ് ഈക്വൽ ടു ഡി ബൈ സി. ഡി എന്താണ്? ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ഷോർട്ട് കട്ട് മെത്തേഡിൽ പറഞ്ഞില്ലേ. സോ അതായത് നമ്മൾ ഈ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന എപ്പോഴാണ് ഈ കോമൺ വാല്യൂസിന്, ഈ തന്നിരിക്കുന്ന വാല്യൂസിന് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മളതിന് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. ദെർഫോർ ഫോർമുല ബിക്കംസ്, അപ്പോൾ കഴിഞ്ഞ പ്രീവിയസ് ഫോർമുല എന്താവും? എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി എന്ന് വരും. ഇതാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ്റെ ഫോർമുല. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കിയേ. വാല്യൂസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക? അടുത്തത് ഡി ഡാഷ് കണ്ടുപിടിക്കുക. ഡി ഡാഷ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കണ്ടോ? എക്സ് മൈനസ് 35/10. ഇവിടെ നോക്കി, ഈ വാല്യൂസ് എല്ലാം നോക്കി, ഈ വാല്യൂസിൻ്റെ ഇടയ്ക്കെല്ലാം കോമൺ ഡിഫറൻസ് എങ്ങനെ? 5, 15, 25, 30. ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എത്രയാണ്? 10 അല്ലേ? സോ അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. സി എന്ന് പറയുന്നത് 10 ആണ്. സോ നമ്മൾ ഡി ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 35/10 ചെയ്യുക. അപ്പം നമുക്ക് ഈ വാല്യൂസൊക്കെ കിട്ടും. നെക്സ്റ്റ് എന്താ ചെയ്തത്? എഫ് ഇൻറ്റു ഡി ഡാഷ് ചെയ്തു. എഫ് ഇൻറ്റു ഡി ഡാഷ്, അതായത് ഈ എഫ് ഇൻറ്റു -3 ചെയ്യുമ്പോൾ -45, 20 ഇൻറ്റു -2 ചെയ്യുമ്പോൾ -40, അങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ ഈ സിഗ്മ എഫ് ഡി ഡാഷ്, ഈ കിട്ടിയ എഫ് ഡി ഡാഷിൻ്റെ എല്ലാ സമ്മ് കണ്ടുപിടിക്കുന്നു. ആ സമ്മിനെ നമ്മൾ n വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ കിട്ടിയ വാല്യൂയെ നമ്മൾ എ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ബാർ കിട്ടും, മീൻ കിട്ടും. അതാണ് നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അരിത്തമെറ്റിക് മീൻ ഇൻ കണ്ടിന്യൂസ് സീരീസ്, അതായത് എക്സ്ക്ലൂസീവ് ടൈപ്പ്. സോ കണ്ടിന്യൂസ് സീരീസിൻ്റെ കേസിൽ, ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് സീരീസ് വി ക്യാൻ റൈറ്റ് ദ മിഡ് വാല്യൂ ഓഫ് ദ ക്ലാസ്സസ് ആസ് എക്സ്. നമുക്ക് ക്ലാസ് ഇൻ്റർവെൽ ഫോമിലായിരിക്കും തരുന്നത്. അതിൻ്റെ മിഡ് വാല്യൂസിനെ എക്സ് എന്ന് എടുക്കുക. നമുക്ക് അടുത്ത പ്രോബ്ലം വെച്ച് നോക്കാം. അത് പ്രോബ്ലം നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു L1 plus L2 by 2, where L1 is the lower limit and L2 is the upper limit of each class. നമുക്ക് ഇപ്പോൾ ഈ എക്സാമ്പിൾ നോക്കി, ഇത് ഇതിനകത്ത് ഏജസ് തന്നിരിക്കുന്ന ക്ലാസ് ഇൻ്റർവെൽ ഫോമിലാണ്. അതിൽ 0 എന്ന് പറയുന്നതാണ് L1, 10 എന്ന് പറയുന്നതാണ് L2, അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. ദെൻ വി ക്യാൻ ഫൈൻഡ് മീൻ ആസ് ഇൻ ദ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് സീരീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രീറ്റ് സീരീസിൽ നമുക്ക് മീൻ കണ്ടുപിടിക്കാൻ പറ്റും. ദസ് വി ഗെറ്റ് ദ ഫോളോയിങ് 3 ഫോർമുലാസ് ഫോർ മീൻ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പം ഈ 3 ഫോർമുലാസ് ആണ് കിട്ടുന്നത്. ദാറ്റ് ഇസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ, ഓർ എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ, ഓർ എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി. ദ തേർഡ് ഫോർമുല ക്യാൻ ബി യൂസ്ഡ് വെൻ ദർ ഇസ് കോമൺ ഡിഫറൻസ് ഫോർ എക്സ് വാല്യൂസ്. എക്സ് വാല്യൂസിന് കോമൺ ഡിഫറൻസ് ഉള്ള കേസിലാണ് നമ്മൾ എന്ത് മെത്തേഡ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ് എന്നാണ് അതിനെ പറയുന്നത്. ആ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ അരിത്തമെറ്റിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. തന്നിരിക്കുന്ന ഡേറ്റ കണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഏജ് എന്ന് പറയുന്നത് എന്താ? 0 to 10, 10 to 20, അങ്ങനെ 70 to 80 വരെ. ആൻഡ് നമ്പർ ഓഫ് പേഴ്സൺസ് ഡൈയിങ്, അതായത് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 15, 30, 53, 75, 100, 110, 15 ആൻഡ് 125. ഓക്കെ, ഇനി നമ്മൾ അതിനൊരു ടേബിൾ ഫോമിൽ എഴുതി. ടേബിൾ ഫോമിൽ ആദ്യം ഏജ് എഴുതി, പിന്നെ ഫ്രീക്വൻസി എഴുതി. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഏജിന് നമുക്ക് 0 to 10, 10 to 20 അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ മിഡ് വാല്യൂ എടുക്കുന്നു. എന്തിൻ്റെ? ഏജസിൻ്റെ മിഡ് വാല്യൂ എടുക്കുന്നു. അതിനെ നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, മിഡ് വാല്യൂ എടുക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് 0 to 10, ഏജിൻ്റെ 0 to 10 നോക്കി. 0 to 10ൻ്റെ മിഡ് വാല്യൂ എടുക്കുന്നത് എങ്ങനെയാണ്? 0 ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് മിഡ് വാല്യൂ കിട്ടും. അപ്പോൾ 0 + 10 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 5. അതാണ് 0 to 10ൻ്റെ മിഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയാൽ 10 to 20.
10 to 20യുടെ മിഡ് വാല്യൂ ഇതുപോലെ തന്നെ 10 ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10 to 20യുടെ മിഡ് വാല്യൂ കിട്ടും. അതെത്രയാണ്? 15. നെക്സ്റ്റ് 20 to 30 നമുക്ക് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 25. 30 to 40 ചെയ്യുമ്പോൾ 35ഉം 40 to 50 ചെയ്യുമ്പം 45, 55, 65 ആൻഡ് 75. സോ നമുക്ക് മിഡ് വാല്യൂസ് എല്ലാം നമുക്ക് കണ്ടുപിടിച്ചു. അതിനെ നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എഫ് എക്സ്. നമ്മളിത് ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യും. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൻ്റെ അരിത്തമെറ്റിക് മീനിൻ്റെ ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ. ഡയറക്റ്റ് മെത്തേഡിൻ്റെ അരിത്തമെറ്റിക് മീനിൻ്റെ ഇക്വേഷനാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയത്. കാണാമല്ലോ അല്ലേ? ഇനി നമ്മളപ്പോൾ ഈ മീൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ വേണ്ടത്? എഫ് എക്സ് വേണം. എഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നു? 50 ഇ എഫ് ഇൻറ്റു ഇ എക്സ്. 15 into 5 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 75. നെക്സ്റ്റ് 450. അടുത്തത് 1325, 2625, 4500, 6050, 7475 and 9375. സോ നമുക്ക് എഫ് എക്സ് കിട്ടി. ഇതിൻ്റെ എല്ലാം സം എടുക്കുക. സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ എല്ലാം സം 31875. ആൻഡ് നമുക്ക് എൻ വേണമല്ലോ. എൻ എന്താണ്? ഫ്രീക്വൻസികളുടെ സമ്മാണ് എൻ എന്ന് പറയുന്നത്. അതെത്രയാണ്? ഫ്രീക്വൻസി എല്ലാം സം ചെയ്യുമ്പോൾ നമുക്ക് 623 കിട്ടും. ഇനി നമുക്ക് ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 31875 ഡിവൈഡഡ് ബൈ 623 which is equal to 51.6 years. So this is the arithmetic mean. ഇത് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇനി ഷോർട്ട് കട്ട് മെത്തേഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേ. ഏജസ് എഴുതി. ഫസ്റ്റ് 3 കോളംസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെയാണ്. എല്ലാത്തിനും സെയിം ആണ് ഷോർട്ട് കട്ട് മെത്തേഡിന്. അതിന് വ്യത്യാസം വരുന്ന അടുത്ത തൊട്ടാണ്. നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ ഡി കണ്ടുപിടിച്ചു. ഡി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏതെങ്കിലും തന്നിരിക്കുന്ന എക്സ് വാല്യൂസിൽ ഏതെങ്കിലും ഒരു വാല്യൂസ് നമ്മൾ അസ്യൂംഡ് ആവറേജ് ആയിട്ട് എടുത്തിട്ട് അതിനെ സബ്സ്ട്രാക്റ്റ് ചെയ്യുക. ഇവിടെ എന്താ അസ്യൂംഡ് ആവറേജ് എടുത്തിരിക്കുന്നത്? എ എന്ന് പറയുന്നത് 35 ആണ് എടുത്തിരിക്കുന്നത്. ഈ 35നെ നമ്മൾ ഈ മിഡ് വാല്യൂസിലെ എല്ലാ വാല്യൂസിനെയും വെച്ച് സബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡി കിട്ടും. നോക്കിയേ, 5 മൈനസ് 35. 35 എന്താണെന്ന് മനസ്സിലായല്ലോ. 35 എന്ന് പറയുന്നതാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ആവറേജ്. അതാണ് നമ്മൾ ഈ മിഡ് വാല്യൂ എക്സിൽ നിന്ന് സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി കിട്ടും. ഡി കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫ്രീക്വൻസി ആയിട്ട് നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഡി കിട്ടും. ഈ എഫ് ഡി കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യണം. നമ്മുടെ ഷോർട്ട് കട്ട് ഫോർമുല എന്തായിരുന്നു? ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഫോർമുല മീൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ. എ നമ്മൾ എന്താ അസ്യൂം ചെയ്തത്? 35 പ്ലസ് സിഗ്മ എഫ് ഡി നമ്മൾ കണ്ടുപിടിച്ച എഫ് ഡികളുടെ എല്ലാം സമ്മ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസികളുടെ സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അരിത്തമെറ്റിക് മീൻ കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ എന്താ ചെയ്യുക? നമ്മൾ എപ്പോഴാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ചെയ്യുക? നമ്മുടെ വാല്യൂസിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ചെയ്യുന്നത്. സോ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ നമ്മൾ ഡി ഡാഷ് കണ്ടുപിടിക്കുന്നത്. ഡി ഡാഷ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എക്സ് മൈനസ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ആവറേജ് ഇൻറ്റു നമ്മുടെ കോമൺ ഡിഫറൻസ്. അതാണ് സി എന്ന് പറയുന്നത്. എന്താ? ഇവിടെ 10 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 5. 15 മൈനസ് 5 എത്രയാണ്? 10. 25 മൈനസ് 15 10. സോ ഇതിൻ്റെ എല്ലാം ഡിഫറൻസ് എന്താണ്? 10 ആണ്. അതാണ് സി എന്ന് പറഞ്ഞത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എഫ് ഇൻറ്റു ഡി ഡാഷ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ആ അരിത്തമെറ്റിക് മീനിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം. എന്താണ് ഫോർമുല? എ പ്ലസ് സമ്മേഷൻ എഫ് ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി.
ഫോമുലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അരിത്തമെറ്റിക് മീൻ കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ യൂസിങ് ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലും നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ എല്ലാത്തിനും ഒരേ വാല്യൂസ് ആണ് കിട്ടിയത്, കണ്ടോ? സോ ദ അരിത്തമെറ്റിക് മീൻ എല്ലാത്തിനും സെയിം ആണ്. എപ്പോൾ നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം, ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അരിത്തമെറ്റിക് മീൻ ഇൻ ഇൻക്ലൂസീവ് സീരീസ്. ഇൻക്ലൂസീവ് സീരീസിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നു? ഇഫ് ദ ഗിവൺ ഡേറ്റാസ് ആർ ഇൻ ദ ഫോം ഓഫ് ഇൻക്ലൂസീവ് ടൈപ്പ്, ദേ മേ ബി കൺവേർട്ടഡ് ഇൻ ടു എക്സ്ക്ലൂസീവ് ടൈപ്പ്. സീ ദ ഫോളോയിങ് ടേബിൾ. സോ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ഇൻക്ലൂസീവ് ടൈപ്പാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മളതിനെ എക്സ്ക്ലൂസീവ് ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്. ഗിവൺ പ്രോബ്ലം തന്നിരിക്കുന്ന ക്ലാസ് നോക്കിയേ, 10 to 19, 20 to 29, 30 to 39, 40 to 49. ഇങ്ങനെ തരുന്ന ക്ലാസ്സസിനെയാണ് ഇൻക്ലൂസീവ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഇനി പ്രോബ്ലമായിട്ട് ചെയ്യുമ്പോൾ അതിനെ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റണം. അടുത്ത ടേബിൾ നോക്കി ഇതിനെ എക്സ്ക്ലൂസീവ് ആക്കി ചേഞ്ച് ചെയ്തിരിക്കുന്ന ടേബിളാണിത്. ഇനി എങ്ങനെയാണ് ഒരു ഇൻക്ലൂസീവ് ടൈപ്പിനെ എക്സ്ക്ലൂസീവ് ടൈപ്പ് ആക്കുന്നതെന്നാണ് ഈ മെത്തേഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ലോവർ ലിമിറ്റിൽ നിന്ന് നമുക്കിവിടെ ഇപ്പോൾ 10 to 19 അതായത് ഇവിടെ 10 എന്ന് പറയുന്നതാണ് ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 സബ്സ്ട്രാക്റ്റ് ചെയ്യുകയും അപ്പർ ലിമിറ്റിലേക്ക് 0.5 ആഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പ്രോബ്ലം കിട്ടും. എക്സ്ക്ലൂസീവ് ടൈപ്പ് ആവും പ്രോബ്ലം. ഓക്കെ, എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതായത് നമുക്ക് ഇൻക്ലൂസീവ് ടൈപ്പാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനകത്തെ ക്ലാസ് ഇൻ്റർവെല്ലിൽ നമ്മൾ ലോവർ ലിമിറ്റിനെ നമ്മൾ 0.5 വെച്ച് സബ്സ്ട്രാക്റ്റ് ചെയ്യണം, അപ്പർ ലിമിറ്റിനെ നമ്മൾ 0.5 വെച്ച് ആഡ് ചെയ്യണം. അപ്പം നമ്മുടെ ഡേറ്റ എന്തായി മാറും? എക്സ്ക്ലൂസീവ് ടൈപ്പായി മാറും. നെക്സ്റ്റ് പ്രോബ്ലം കണ്ടോ? പ്രോബ്ലത്തിൽ 20 to 29, 30 to 39, 40 to 49, 50 to 59, 60 to 69 ഇങ്ങനെയാണ്. ഇത് കണ്ടാലേ അറിയാം നമുക്കൊരു ഇൻക്ലൂസീവ് ടൈപ്പ് ഡേറ്റയാണ്. ഇതിനെ എക്സ്ക്ലൂസീവ് ആക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? 20യുടെ കൂടെ ഒരു 0.5 സബ്സ്ട്രാക്റ്റ് ചെയ്യുക, അപ്പർ ലിമിറ്റിൽ നിന്ന് 0.5 സബ്സ്ട്രാക്റ്റ് ചെയ്യുക, അപ്പർ ലിമിറ്റിൽ നിന്നല്ല ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 സബ്സ്ട്രാക്റ്റ് ചെയ്യണം, അപ്പർ ലിമിറ്റിലേക്ക് 0.5 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ് ഇൻ്റർവെൽ കിട്ടും. അത് വെച്ചിട്ട് വേണം നമ്മൾ മീൻ കണ്ടുപിടിക്കാൻ. മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി പറയണ്ടല്ലോ, നമ്മൾ മുമ്പ് കുറേ പ്രോബ്ലം ചെയ്ത് പറഞ്ഞതല്ലേ. ഇനി നെക്സ്റ്റ് അരിത്തമെറ്റിക് മീൻ ഇൻ ക്യുമുലേറ്റീവ് സീരീസ്. അതായത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസിൽ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇഫ് ദ ഗിവൺ ഡേറ്റ ഈസ് ഇൻ ദ ഫോം ഓഫ് ക്യുമുലേറ്റീവ്, അതായത് ലെസ് ദാൻ ടൈപ്പ്, ഇറ്റ് മേ ബി കൺവേർട്ടഡ് ഇൻ ടു എക്സ്ക്ലൂസീവ് ടൈപ്പ്. അതിനെ എക്സ്ക്ലൂസീവ് ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുക. സീ ദ ഫോളോയിങ് എക്സാമ്പിൾ. ആ തന്നിരിക്കുന്ന മാർക്സ് ഉണ്ടോ? ബിലോ 10, ബിലോ 20, ബിലോ 30, ബിലോ 40 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അതിനെങ്ങനെയാണ് കറക്റ്റ് ആക്കുന്നത് നോക്കിക്കേ, എക്സ്ക്ലൂസീവ് ടൈപ്പ് ആക്കുന്നത്? തന്നിരിക്കുന്ന മാർക്സ് എന്താ? ബിലോ 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 0 to 10, 10 to 20, 20 to 30, 30 to 40. ഇനി അതിൻ്റെ ഫ്രീക്വൻസിക്ക് വന്ന ചേഞ്ച് കണ്ടോ? അത് ലെസ് ദാൻ ഫ്രീക്വൻസിയാണ്. നമ്മൾ എന്താ ഓജീവ് കർവ് വരച്ചപ്പോൾ അതിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കണ്ടുപിടിച്ച് ഓർക്കുന്നുണ്ടോ? അങ്ങനെയാണ് ഇവിടെയും കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് 0 to 10ൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 3 അത് തന്നിട്ടുണ്ട്. ഇനി അടുത്ത ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ 10ൽ നിന്ന് ഈ 3യെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. അതുപോലെ 25ൽ നിന്ന് ഈ 10 മൈനസ് ചെയ്യുമ്പോൾ 15, 30ൽ നിന്ന് 25 മൈനസ് ചെയ്യുമ്പോൾ 5. ഇങ്ങനെയാണ് ലെസ് ദാൻ സീരീസിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദ അരിത്തമെറ്റിക് മീൻ. മാർക്സ് തന്നിട്ടുണ്ട്. ലെസ് ദാൻ 10, 20, 30, 40 ആൻഡ് 50. അതിൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. കൺവേർട്ടിംഗ് ഇൻ ടു എക്സ്ക്ലൂസീവ് ടൈപ്പ്. ഇതിനെ എങ്ങനെയാണ് എക്സ്ക്ലൂസീവ് ടൈപ്പ് ആക്കുന്നത്? 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. ആൻഡ് ഫ്രീക്വൻസീസിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? 5, 17 മൈനസ് 5 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 കിട്ടും. ദെൻ 31 മൈനസ് 17 ചെയ്യുമ്പോൾ 14 കിട്ടുന്നു. ഫ്രീക്വൻസി ലെസ് ദാൻ ഫ്രീക്വൻസിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആൻഡ് 41 മൈനസ് 31 ചെയ്യുമ്പോൾ 10 കിട്ടുന്നു. 49 മൈനസ് 41 ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 8 കിട്ടുന്നു. ഇനി നമുക്കിത് ക്ലാസ് ഇൻ്റർവെൽ ഫോമിലല്ലേ തന്നിരിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് മീൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നേരത്തെ പഠിച്ചല്ലോ.
സോ ഇതിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് മീനിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. അരിത്തമെറ്റിക് മീൻ ഇനി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ, അത് ഓരോന്നിൻ്റെയും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇവിടെ കണ്ടുപിടിക്കാം. ഇനി മോർ ദാൻ്റെ കേസിൽ, അതായത് ഇപ്പോൾ നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി മോർ ദാൻ്റെ കേസിൽ ഈ എക്സാമ്പിൾ നോക്കിയേ, എബവ് 10, എബവ് 20, എബവ് 30, എബവ് 40. അതായത് 10 to 20, 20 to 30, 30 to 40 ആൻഡ് 40 to 50 ഇങ്ങനെ വരും ക്ലാസ് ഇൻ്റർവെൽ. അതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് നോക്കിയേ. 40 മൈനസ് 32 ചെയ്യുമ്പോൾ 8 കിട്ടുന്നു. 32 മൈനസ് 12, 20, 12 മൈനസ് 5, 7 ആൻഡ് 5 മൈനസ് 0, 5. സോ നമുക്കൊരു എക്സ്ക്ലൂസീവ് ടൈപ്പ് പ്രോബ്ലം കിട്ടി. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പ്രോബ്ലം ആണ്. മാർക്സ് തന്നിട്ടുണ്ട് മോർ ദാൻ 0, മോർ ദാൻ 2, മോർ ദാൻ 4, മോർ ദാൻ 6 ആൻഡ് മോർ ദാൻ 8. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. സോ മോർ ദാൻ 0 എന്ന് പറയുമ്പോൾ 0 to 2 നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽ എങ്ങനെ വരും? 0 to 2, 2 to 4, 4 to 6 ആൻഡ് 6 to 8, 8 to 10. ഇതിൻ്റെ ഫ്രീക്വൻസീസ് എങ്ങനെ വരും? നമ്മുടെ തന്നിരിക്കുന്ന ഫ്രീക്വൻസീസ് എന്താ? 30 മൈനസ് 28 എന്ന് പറയുന്നത് എന്താ? 2, അതാണ് ഫസ്റ്റ് ഫ്രീക്വൻസി. ദെൻ 28 മൈനസ് 24, 28 മൈനസ് 24 is equal to 4, അതാണ് സെക്കൻഡ്. 24 മൈനസ് 12, 18, 6, 18 മൈനസ് 10, 8 ആൻഡ് 10 മൈനസ് 0, 10. അതാണ് നമ്മുടെ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ മിഡ് വാല്യൂ കണ്ടുപിടിച്ച് FX കണ്ടുപിടിക്കും, അതിൻ്റെ സം കണ്ടുപിടിക്കും. ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അരിത്തമെറ്റിക് മീൻ കിട്ടുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് അരിത്തമെറ്റിക് മീനിൻ്റെ മെറിറ്റ്സ് ആണ്. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് അരിത്തമെറ്റിക് മീൻ എന്താണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി, അരിത്തമെറ്റിക് മീൻ ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. അരിത്തമെറ്റിക് മീൻ ക്യാൻ ബി ഈസിലി കാൽക്കുലേറ്റഡ്. അരിത്തമെറ്റിക് മീൻ ക്യാൻ ബി ഡിറ്റർമിൻഡ് ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ്. പല കേസസിലും അരിത്തമെറ്റിക് മീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ ഓഫ് ദ സീരീസിലെ എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തിട്ടാണ് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. It is capable of more algebraic treatment. Arithmetic mean is stable. Arithmetic mean stable ആണ്. It does not differ much from sample to sample. Sample to sample വെച്ചിട്ട് അതിനൊരു ഡിഫറൻസ് ഉണ്ടാകത്തില്ല. Arithmetic mean stable എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Arithmetic mean is affected by extreme values. അത് എക്സ്ട്രീം വാല്യൂസിനെ അഫക്റ്റ് ചെയ്യുന്നു. Arithmetic mean എക്സ്ട്രീം വാല്യൂസ് ആയിട്ട് അഫക്റ്റഡ് ആണ്. Usually mean does not coincide with any of the observed value. Mean does not coincide, അതായത് മീൻ കോയിൻസൈഡ് ചെയ്യത്തില്ല. എന്ത് ഒബ്സർവ്ഡ് വാല്യൂ ആയിട്ട് ഒരിക്കലും മീൻ കോയിൻസൈഡ് ചെയ്യത്തില്ല. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ആവറേജിങ് റേഷ്യോസ് ആൻഡ് പെർസെൻറ്റേജ്. റേഷ്യോസിൻ്റെയും പെർസെൻറ്റേജസിൻ്റെയും ആവറേജ് എടുക്കാൻ വേണ്ടി അത് സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് cannot be calculated for qualitative data which cannot be measured numerically. It may offer misleading and absurd result in some cases. ചില കേസസിൽ അത് മിസ്ലീഡിങ് ആയിരിക്കും, നല്ല കറക്റ്റ് റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻസ് പെർ ഫാമിലി ഇൻ എ വില്ലേജ് മേ വർക്ക് ഔട്ട് ആസ് 3.2 വിച്ച് ഇസ് ഇമ്പോസിബിൾ. 3.2 എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്ത് ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് ഒരു ഡെസിമലായിട്ട് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. In the case of frequency distribution with open-end classes, the mid values of all classes cannot be obtained. ഏത് ഫ്രീക്വൻസിയുടെ കേസിലാണ് നമുക്ക് മിഡ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റാത്തത്? ഓപ്പൺ എൻഡ് ക്ലാസ്സസിൻ്റെ കേസിൽ നമുക്ക് ഇതിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. Therefore, in such distributions, mean cannot be calculated accurately. So, ആ ഒരു കേസസിൽ മീൻ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് നോക്കിയേ, why is arithmetic mean considered to be the best average? Arithmetic mean can be easily calculated. Arithmetic mean easily calculated ആണ്. It is simple to understand. It is well defined ആണ്. It can be determined in most of the cases. It is capable of more algebraic treatment. It is based on all observation ഓഫ് ദ ഡേറ്റ. അതായത് ഡേറ്റ എല്ലാ ഒബ്സർവേഷൻസെയും ബേസ് ചെയ്തിട്ടാണ് മീൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്.
ഇറ്റ് ക്യാൻ ബി ലൊക്കേറ്റഡ് ഈവൻ വിത്തൗട്ട് അറേയിങ് ഡേറ്റ. ഡേറ്റാസിനെ അറേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് stable as it does not differ from sample to sample when the sample selected is sufficiently large. Thus, mean satisfies many of the properties of a good average. That is why arithmetic mean is considered to be the best among commonly used averages. It has become an average of everyday life. It is used in the study of many social and economic problems. നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെല്ലാം എവറിഡേ ലൈഫിലെല്ലാം നമ്മൾ ഈ അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോബ്ലംസിൻ്റെ കേസിലാണ് മെയിനായിട്ട് അരിത്തമെറ്റിക് മീൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഹൗ ഡസ് അരിത്തമെറ്റിക് മീൻ ഡിസ്ക്രൈബ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ? എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Arithmetic mean shows the value around which most of the values of the series are centered. For example, example നോക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവും. If the mean height of student in a class is 160 cm, അതായത് ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ മീൻ ഹൈറ്റ്, ആവറേജ് ഹൈറ്റ്സ് എന്ന് പറയുന്നത് 160 cm ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ഇറ്റ് വുഡ് മീൻ ദാറ്റ് എന്ന് വെച്ചാൽ എന്താ, ആ ക്ലാസ്സിലുള്ള ഒട്ടുമിക്ക സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് 160 സെൻറ്റിമീറ്ററിനോട് അടുത്തായിരിക്കുമെന്നല്ലേ അതിൻ്റെ അർത്ഥം. സോ സെൻട്രൽ ടെൻഡൻസി ഓർ കോൺസെൻട്രേഷൻ ഇൻ ദ സീരീസ് ഈസ് അറൗണ്ട് 160 സെൻറ്റിമീറ്റർ. അതാണ് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ഷോസ് ദ വാല്യൂസ് അറൗണ്ട് വിച്ച് മോസ്റ്റ് ഓഫ് ദ വാല്യൂസ് ഓഫ് ദ സീരീസ് ആർ സെൻറ്റേർഡ്. നെക്സ്റ്റ്, അരിത്തമെറ്റിക് മീൻ കമ്പയർസ് 2 or more ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. രണ്ടോ അതിലധികമോ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അരിത്തമെറ്റിക് മീൻ കമ്പയർ ചെയ്യുന്നു. For example, when we say Americans are economically better than Indians, it means average income of Americans is greater than the average income of Indians. അതായത് നമ്മൾ അമേരിക്കൻസിൻ്റെയും ഇന്ത്യൻസിൻ്റെയും എക്കണോമിക്കലി ബെറ്റർ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയാണ് കുറച്ചുകൂടെ ബെറ്റർ ഇന്ത്യക്കാട്ടിലും. ഇറ്റ് മീൻസ് ആവറേജ് ഇൻകം ഓഫ് അമേരിക്കൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ആവറേജ് ഇൻകം ഓഫ് ഇന്ത്യൻസ്. അതായത് അമേരിക്കക്കാർക്ക് കൂടുതൽ ഇൻകം ഉണ്ട്, ഇന്ത്യൻസിനെ അപേക്ഷിച്ച് അമേരിക്കൻസിന് കൂടുതൽ ഇൻകം ലഭിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ദർ മേ ബി ഫ്യൂ ഇന്ത്യൻസ് ഹൂ ആർ എക്കണോമിക്കലി ബെറ്റർ ദാൻ സം അമേരിക്കൻസ്. പക്ഷേ ചില ഇന്ത്യൻസ് കാണുമല്ലോ അമേരിക്കൻസിനെക്കാട്ടിലും ബെറ്ററായിട്ട്, എക്കണോമിക്കലി ബെറ്ററായിട്ടുള്ള കുറച്ച് ഇന്ത്യൻസ് കാണും. ബട്ട് മോസ്റ്റ് ഓഫ് ദ ഇന്ത്യൻസ് ആർ നോട്ട്. ബട്ട് നമ്മൾ എന്താ പറയുക, ഭൂരിപക്ഷം നോക്കുമ്പം അല്ലല്ലോ. We usually make comparison of the general state of affairs. Arithmetic mean thus helps to compare general position. So അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് സിറ്റുവേഷനും കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ദാറ്റ് ഈസ് arithmetic mean thus helps to compare general position. നെക്സ്റ്റ്, മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് arithmetic mean എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. Algebraic sum of the deviation of a set of values from their mean is 0. Algebraic sum of the deviations of a set of values എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, 0 ആണെന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ സ്ക്വയേഴ്സ് എന്താണെന്ന് പറയുന്നു, ഫ്രം ദെയർ മീൻ ഈസ് ദ സ്ക്വയേഴ്സ് ലീസ്റ്റും സം എന്ന് പറയുന്നത് 0 ആണെന്നാണ് പറയുന്നത്. ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻ ഓഫ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഫ്രം ദെയർ മീൻ ഈസ് ദ ലീസ്റ്റ്. തേർഡ് വൺ നോക്കിയേ, if x1 bar, x2 bar, etc. xk bar are mean of k samples of sizes n1, n2, etc. nk, then the mean of all the samples taken together is, ഈ സാമ്പിൾസിൻ്റെ എല്ലാം മീൻ എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, n1 x1 bar plus n2 x2 bar plus etc. plus nk xk bar divided by n1 plus n2 plus etc. plus nk. If we take deviations of all the values of the series from an assumed mean, then the mean of the given series is the assumed mean plus the mean of the deviation. That is, x bar എന്ന് പറയുന്നത് എന്താ, a plus d, where a is the assumed mean and d is the mean of the deviation. Now let's see what is combined mean. നമ്മൾ നോക്കുന്നത് എന്താണ് combined mean എന്നാണ്. If a sample has size n1 and mean x1 bar and another sample has size n2 and mean x2 bar, അതായത് രണ്ട് സാമ്പിൾസ് തന്നിട്ടുണ്ട്, അതിൻ്റെ രണ്ട് സൈസസും തന്നിട്ടുണ്ട്. ഒരു സാമ്പിളിൻ്റെ സൈസ് n1ഉം മീൻ x1 ബാറും, മറ്റേ സാമ്പിളിൻ്റെ സൈസ് n2 ആൻഡ് മീൻ x2 ബാർ. ദ മീൻ ഓഫ് ദ കമ്പൈൻഡ് സാമ്പിൾ, ഈ രണ്ട് സാമ്പിൾസ് കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ മീൻ എന്താണ്,
n1 x1 bar plus n2 x2 bar divided by n1 plus n2. ആ പ്രോബ്ലം നോക്കിയേ. ഇഫ് എ സാമ്പിൾ ഓഫ് സൈസ് 22 ഐറ്റംസ്, സൈസ് തന്നിട്ടുണ്ട്, എന്താ n1 22 ആണ് തന്നിട്ടുണ്ട്, ഹാസ് എ മീൻ ഓഫ് 15, മീൻ x1 bar തന്നിട്ടുണ്ട് 15 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് അനദർ സാമ്പിൾ ഓഫ് സൈസ് 18 ഐറ്റംസ് ഹാസ് എ മീൻ ഓഫ് 20, അതായത് n2 18 x2 ബാർ എന്ന് പറയുന്നത് 20 ആണ് തന്നിട്ടുണ്ട്. ഫൈൻ ദ മീൻ ഓഫ് ദ കമ്പൈൻഡ് സാമ്പിൾ. അപ്പോൾ കമ്പൈൻഡ് സാമ്പിളുടെ മീനിൻ്റെ ഫോർമുല എന്താണ്? n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡ് ബൈ n1 പ്ലസ് n2. ആ വാല്യൂസ് എല്ലാം നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കമ്പൈൻഡ് മീൻ കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം നോക്കി. ദ മീൻ വേജ് ഓഫ് 100 ലേബേഴ്സ് working in a factory running 2 shifts of 60 and 40 workers respectively is rupees 30. അതായത് മീൻ വേജ് എന്താണെന്ന് തന്നിട്ടുണ്ട്? rupees 38. x1 എന്ന് പറയുന്നത് 38 ആണ് തന്നിട്ടുണ്ട്. സോറി, x1 അല്ല, മീൻ വേജസ് അല്ലേ. മീൻ വേജ് എന്ന് പറയുമ്പോൾ എക്സ് ബാർ ആണ് തന്നിരിക്കുന്നത്, അതെന്ന് പറയുന്നത് 38 ആണെന്ന് തന്നിട്ടുണ്ട്. The mean wage of 60 laborers working in the morning shift rupees 40 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മോർണിംഗ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിൻ്റെ മീൻ വേജ് എന്താ? അതായത് x1 ബാർ എന്ന് പറയുന്നത് 40 ആണ് തന്നിട്ടുണ്ട്. n1 എന്ന് പറയുന്നത് 60 ആണ്, n2 എന്ന് പറയുന്നത് 40 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്പൈൻഡ് മീൻ കണ്ടുപിടിക്കണം. കമ്പൈൻഡ് മീൻ അല്ല, കമ്പൈൻഡ് മീൻ തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ മീൻ വേജ് ഓഫ് ലേബേഴ്സ് വർക്കിംഗ് ഇൻ ദ ഈവനിങ് ഷിഫ്റ്റ്. ഈവനിങ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവരുടെ മീൻ വേജാണ് പറഞ്ഞത്. അതായത് x2 ബാറാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്നതെല്ലാം കമ്പൈൻഡ് മീൻ തന്നിട്ടുണ്ട്. എക്സ് ബാർ എന്ന് പറയുന്നത് 38, മീൻ വേജ് തന്നിട്ടുണ്ട്. മോർണിംഗ് ഷിഫ്റ്റിലെ മീൻ വേജ് എന്താ? x1 ബാർ എന്ന് പറയുന്നത് rupees 40, n1 60 and n2 40 തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് നമ്മുടെ കമ്പൈൻഡ് മീനിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x2 ബാർ കിട്ടും. ഓക്കെ, അപ്പം കമ്പൈൻഡ് മീൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെയ്റ്റഡ് മീൻ എന്താണെന്നാണ്. സോ ലിസൺ. സിമ്പിൾ അരിത്തമെറ്റിക് മീൻ അറ്റാച്ചസ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ഓൾ ഐറ്റംസ്. സിമ്പിൾ അരിത്തമെറ്റിക് മീനിന് എല്ലാ ഐറ്റംസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. സംടൈംസ് ദ ഐറ്റംസ് ഇൻ എ സീരീസ് മേ നോട്ട് ഹാവ് ഈക്വൽ ഇമ്പോർട്ടൻസ്. ചില ഐറ്റത്തിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവത്തില്ല. സോ ദ സിമ്പിൾ അരിത്തമെറ്റിക് മീൻ ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ ദോസ് സീരീസ് ആൻഡ് വെയ്റ്റഡ് ആവറേജസ് വിൽ ബി അപ്രോപ്രിയേറ്റ്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് സിമ്പിൾ അരിത്തമെറ്റിക് മീൻ ആ പ്രോബ്ലത്തിൽ സ്യൂട്ടബിൾ ആവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്താണ് ചെയ്യുന്നത്? വെയ്റ്റഡ് ആവറേജ് വിൽ ബി അപ്രോപ്രിയേറ്റ്. അതിന് ഒരു വെയ്റ്റഡ് ആവറേജ് കൊടുക്കും ഓരോ വാല്യൂസിനും. വെയ്റ്റഡ് ആവറേജ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എക്കണോമിക് സ്റ്റഡീസ്. എക്കണോമിക് സ്റ്റഡീസിൽ അതിനൊരു മേജർ റോൾ തന്നെയാണുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ എവർ ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ദ ഐറ്റംസ് ഇൻ എ സീരീസ് ഡിഫർ. അതായത് ഓരോ ഐറ്റത്തിൻ്റെയും ഇമ്പോർട്ടൻസ് ഡിഫർ ചെയ്യുന്ന അനുസരിച്ചാണ് വെയ്റ്റഡ് മീൻ വെയ്റ്റഡ് ആവറേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. വൈൽ കാൽക്കുലേറ്റിംഗ് ദ വെയ്റ്റഡ് മീൻ ഈച്ച് ഐറ്റം ഈസ് ഗിവൺ എ വെയ്റ്റ് ജഡ്ജ്ഡ് ബൈ ഇറ്റ്സ് റിലേറ്റീവ് ഇമ്പോർട്ടൻസ്. ഓരോ ഐറ്റത്തിൻ്റെയും ഇമ്പോർട്ടൻസ് അനുസരിച്ച് അതിന് ഓരോ ഐറ്റത്തിനും ഒരു വെയ്റ്റ് കൊടുക്കുന്നുണ്ട്. വെയ്റ്റഡ് മീൻ ആർ ഒബ്റ്റെയിൻഡ് ബൈ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദീസ് വെയ്റ്റ്സ് ഓർ ഇമ്പോർട്ടൻസ്. ഈച്ച് വാല്യൂ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് വെയ്റ്റ്സ്. എങ്ങനെയാണ് വെയ്റ്റഡ് മീൻ കണ്ടുപിടിക്കുന്നതെന്നാണ് പറയുന്നത്. ഈച്ച് വാല്യൂ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് വെയ്റ്റ്സ്. അത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്, നമുക്ക് ഒരു കുറച്ച് വാല്യൂസ് തരും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് വെയ്റ്റ്സും തന്നിരിക്കും. അപ്പോൾ ഈച്ച് വാല്യൂസിനെ നമ്മൾ ആ വെയ്റ്റ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻഡ് സം ഓഫ് ദീസ് പ്രോഡക്ട്സ് ഈസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ വെയ്റ്റ്. എന്നിട്ട് നമ്മൾ ആ വെയ്റ്റിനെ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ എല്ലാം സം എടുക്കുന്നു. എന്നിട്ട് അതിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു? തന്നിരിക്കുന്ന വെയ്റ്റിൻ്റെ ടോട്ടൽ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെയ്റ്റഡ് മീൻ കിട്ടും. വെയ്റ്റഡ് മീനിൻ്റെ ഫോർമുല എന്താണെന്ന് നോക്കിയേ. ലെറ്റ് x1 x2 എക്സെട്ര xn ബി n വാല്യൂസ് വിത്ത് കറസ്പോണ്ടിങ് വെയ്റ്റ്സ് w1 w2 എക്സെട്ര wn. നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ വാല്യൂസ്? x1 x2 എക്സെട്ര xn. അതിൻ്റെ കറസ്പോണ്ടിങ് വെയ്റ്റ്സ് w1 w2 എക്സെട്ര wn. ദെൻ ദ വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത് എന്താ? w1 x1 പ്ലസ് w2 x2 പ്ലസ് എക്സെട്ര പ്ലസ് wn xn ഡിവൈഡഡ് ബൈ ദ സം ഓഫ് ദ വെയ്റ്റ്സ് വിച്ച് ഈസ് ഈക്വൽ ടു summation wx divided by summation w. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A candidate obtained the following percentage of marks: ഇംഗ്ലീഷിന് 60, ഹിന്ദി 75, മാത്തമാറ്റിക്സ് 63, ഫിസിക്സ് 60, കെമിസ്ട്രി 55. അതിൻ്റെ കറസ്പോണ്ടിങ് വെയ്റ്റ്സും നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ എങ്ങനെയാണ് WX കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 60 × 1 60, 75 × 1 75, അങ്ങനെ ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് WX കിട്ടും. അതിൻ്റെ എല്ലാം സം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 606 എന്ന് കിട്ടും. ആൻഡ്
സമ്മേഷൻ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താ 10. സോ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എന്താ സമ്മേഷൻ ഡബ്ല്യു എക്സ് ബൈ സമ്മേഷൻ ഡബ്ല്യൂയിലേക്ക് നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കിട്ടും. ഓക്കെ, സോ ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ഈ ടെക്സ്റ്റിൻ്റെ PDF ഫോട്ടോ എടുത്ത് അയച്ചിട്ടേക്കാം. അതും കൂടെ വായിച്ച് കഴിയുമ്പോൾ നോട്ടിലേക്ക് ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. ഓക്കെ.